ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിന് ശേഷം വി.ഡി. സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. 61 വയസ്സിലാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31 വി.ഡി. സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിൽ ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി.ഡി. സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശനെ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും.
ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA-മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1-ആയ നാളെ രാവിലെ 5-ന് നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാനവും 9ാമത് G പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30-നാണ് മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399-ലും നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 1,19,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.